നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ആങ്കർ എന്ന കമ്പനിയുടെ ബ്രാൻഡായിട്ടുള്ള സൗണ്ട് കോർ പുറത്തിറക്കിയിരിക്കുന്ന ലിബർട്ടി എയർ 2 എന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആണ്. ഓർക്കുക, ഇത് വെറും ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് അല്ല, ഇതൊരു പ്രീമിയം ലെവൽ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആണ്. സാധാരണ നമുക്കറിയാം ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിൽ വയർലെസ് ചാർജിംഗ് ഒന്നും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ വരാറില്ല. പ്രീമിയം ലെവലിലാണ് അത്തരത്തിലുള്ള ഫീച്ചറുകളൊക്കെ വരുന്നത്. അത്തരത്തിൽ പ്രീമിയം ലെവൽ ഫീച്ചറുകളുള്ള, എന്നാൽ അധികം പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഭയങ്കരമായിട്ടുള്ള പ്രൈസ് ഒന്നും ഇല്ലാത്ത ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റാണ് നമ്മളുടെ ഈ ഒരു സൗണ്ട് കോർ എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ലിബർട്ടി എയർ 2 പ്രോ എന്നുള്ളത്. ഈ ആങ്കർ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി കേട്ടിട്ടുണ്ടാകും പലരും. കാരണം നമ്പർ 1 സ്മാർട്ട് ഫോൺ ചാർജിങ് ഡിവൈസുകൾ പുറത്തിറക്കുന്ന ഒരു ബ്രാൻഡാണ് ആങ്കർ. അതായത് വയർലെസ് ചാർജർ, അവരുടെ ചാർജിങ് കേബിൾസ്, അങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ പുറത്തിറക്കുന്ന ബ്രാൻഡാണ് ആങ്കർ. അവരുടെ മ്യൂസിക് പ്രോഡക്റ്റുകൾ പുറത്തിറക്കുന്ന ബ്രാൻഡാണ് സൗണ്ട് കോർ. അപ്പോൾ സൗണ്ട് കോർ പുറത്തിറക്കിയിരിക്കുന്ന പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ആ ഒരു പാക്കിങ്ങിൽ തന്നെ കാണാം. നമുക്കിവിടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്യുവർ സൗണ്ട്, അതുപോലെ ടാർജറ്റഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതും ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനാണ് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ പരിശോധിക്കാം. ഓർക്കുക, ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ മാഗ്നറ്റിക് മെക്കാനിസമാണ്. ഇത് ജസ്റ്റ് ഈ ഒരു ഭാഗം ഇതുപോലെ ഉണ്ടല്ലേ, ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ദേ ഇരിക്കുന്നു ആ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്. ഓക്കെ, നല്ല പ്രീമിയം പാക്കിംഗ് അല്ലേ. ഇവിടെ അതിൻ്റെ ടാർജറ്റഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വ്യത്യസ്ത മോഡുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് മോഡ്, അതായത് നമ്മൾ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒരു പ്രത്യേക ആ ഒരു എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ട് മാറ്റി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇൻഡോർ മോഡ്, അതുപോലെ ഔട്ട്ഡോർ മോഡ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ദേ ഇരിക്കുന്നു പ്രോഡക്റ്റ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യേണ്ട മെത്തേഡ് ദേ ഇവിടെ നിന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്യുകയാണെന്ന് കാണിക്കുന്നു. യെസ്, അടിയിലൊരു സ്റ്റിക്കറുണ്ട്. അതിതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ദേ ഇരിക്കും നമ്മുടെ അതിൻ്റെ ഒരു ചാർജിങ് കേസ്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ചാർജിങ് കേസാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ചാർജിങ് കേസിൻ്റെ പ്രത്യേകത സാധാരണ ചാർജിങ് കേസുകൾ ഓപ്പൺ ചെയ്യുന്ന കണക്കല്ല, ഇതിങ്ങനെ ഒരു സ്ലൈഡ് മെക്കാനിക്സിലൂടെയാണ്. ആ സൗണ്ട് കണ്ടില്ലേ അത് അടച്ചപ്പോൾ. അപ്പോൾ അത് തന്നെ ഒരു പ്രീമിയം ഫീൽ. അതുപോലെ ഈ സ്ലൈഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ചാർജിങ് കേസിൻ്റെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ ഈ ചാർജിങ് കേസിലുണ്ട് എന്ന് മനസ്സിലാവും. ഓക്കെ, അതുപോലെ ഇത് ചാർജ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ആ ഒരു ഗ്ലോ ഏരിയ ഉണ്ടല്ലേ, മനോഹരമായിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ഈ ചാർജിങ് കേസിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓർക്കുക, ഇതിന് വയർലെസ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ടാണ് ഈ 2 ഇയർബഡുകൾ ഇതുപോലെ പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. അതും നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ ഇയർബഡിനകത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടായിരുന്നു, അത് തന്നെ ഊരിപ്പോയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇയർബഡ് 2 എണ്ണം. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇയർബഡിനും കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇത് അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ നമുക്ക് കയ്യിൽ ഇതുപോലെ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഇയർബഡുകൾ നമ്മൾ മാറ്റി വെച്ചു. വേറെ ഈ ഇതിൻ്റെ ബോക്സിനകത്ത് ഉള്ളത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ നിരവധി ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളുടെ വീഡിയോ ചെയ്യുമെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നോക്കി ഇതിൻ്റെ ബോക്സിനകത്ത് ഒരു കെട്ട് ഇയർബഡിൻ്റെ ആ ടിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കി 1 2 3 4 8 ജോഡി ഇയർ ടിപ്പുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരു TWSനോടൊപ്പം മാക്സിമം ഒരു 3 ജോഡി വരാറുണ്ട്. സ്മോൾ, മീഡിയം, ലാർജ്, ഇങ്ങനെ 3 വ്യത്യസ്ത സൈസിൽ സാധാരണ വരാറുണ്ട്. പക്ഷേ ഇവിടെ 8 വ്യത്യസ്ത സൈസുകളിലാണ് ആ ഇയർബഡിൻ്റെ ആ ടിപ്പ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് നമ്മുടെ ചെവിയുടെ സൈസ് എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല, വ്യത്യസ്ത സൈസ് ഉള്ളവരാണ് അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് ചെവിയുടെ സൈസിനുള്ള ആ ഒരു ഇയർ ടിപ്പ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടെങ്കിലേ നമുക്ക് കൃത്യമായിട്ട് ആ സൗണ്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ അത് കൂടാതെ ഇതിനകത്ത് ചാർജിങ്ങിനായിട്ട് USB Type-C ചാർജിങ് കേബിളാണ്, USB A to Type-C ചാർജിങ് കേബിളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു പാക്കിങ്ങിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കിംഗ് കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു പ്രീമിയം ഫീല് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് അങ്ങോട്ട് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഇയർബഡുകളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നേരത്തെ കണ്ട ചാർജിങ് കേസ്. അപ്പോൾ ഈ ഒരു ചാർജിങ് കേസിനകത്ത് കമ്പനിയുടെ ലോഗോ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ ഈ ചാർജിങ് കേസിൻ്റെ ഒരു LED ഇൻഡിക്കേഷൻ ഇതിവിടെ കാണിക്കുന്നുണ്ട്. 3 ലെവൽ LED ഇൻഡിക്കേഷനാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ചാർജിങ്ങിനുള്ള USB Type-C ചാർജിങ് പോർട്ട് ഇവിടെ കാണാം. ഈ ഒരു ഭാഗത്തായിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് പെയറിംഗ് റീസെറ്റ് ചെയ്യാനായിട്ട് ആൾറെഡി പെയർഡ് ചെയ്ത ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് മാറ്റി പെയർ ചെയ്യണമെങ്കിൽ പെയറിംഗ് റീസെറ്റ് ചെയ്യാനുള്ളൊരു ബട്ടണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഇയർബഡുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസൈൻ നോക്കിയാൽ വളരെ മനോഹരമാണ്. ഈ ഒരു സ്റ്റെം എന്ന് പറയുന്ന ഭാഗത്ത് ഇതുപോലെ അതിൻ്റെ സൗണ്ട്
സൗണ്ട് കോറിൻ്റെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സൗണ്ട് കോർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റെമ്മിന് ഒരു അല്പം നീളം കുറച്ചുകൂടി കുറവായിരുന്നുവെങ്കിൽ എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടി ഇതിൻ്റെ ഒരു 2/3 മാത്രമായിരുന്നു നീളമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അതുപോലെ ഇവിടെ ഈ ഇയർബഡിനകത്ത് നമുക്ക് ചാർജിങ് ലിഡുകൾ കാണാൻ സാധിക്കും. ഇവിടെ റൈറ്റ് എന്നും ലെഫ്റ്റ് എന്നും ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെവിയിലൊന്ന് വെച്ച് നോക്കട്ടെ ഇതിൻ്റെ ഫിറ്റിംഗ് എങ്ങനെയാണെന്ന്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ഫോം ഉണ്ടല്ലോ, ഇയർ ടിപ്പ്, അതിനകത്ത് നിന്ന് ഇങ്ങനെ എയർ പോകുന്ന സൗണ്ട് കേൾക്കാം. നല്ല മനോഹരമായിട്ടൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ, ഒരു കുഷനിങ് എഫക്റ്റ്. എനിവേ, അപ്പോൾ ചെവിയിൽ വയ്ക്കുമ്പോൾ ഇതുപോലെയാണ് കാണുന്നത്. ഇത്രയും ആണ് ഇതിൻ്റെ ഒരു സ്റ്റെം ലെങ്ത്. അപ്പോൾ നമ്മളിത് ഫിറ്റിംഗ് കറക്റ്റ് ആവണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് ഫിറ്റ് ആകും. ഈ ഒരു സ്റ്റെമ്മിൻ്റെ നീളം ഇത്രയും കട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് തോന്നി. കുറച്ചൊരു ലെങ്ത് ആ ഒരു സ്റ്റെമ്മിന് കൂടുതലാണ് എന്ന് എനിക്കിപ്പോൾ നിലവിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഇതുപോലെ പെയർ ചെയ്യുന്നതിന് ഇവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. സൗണ്ട് കോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് പെയർ ചെയ്യാം. അതല്ലെങ്കിൽ സാധാരണ ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യാം. സൗണ്ട് കോർ എന്ന ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ആഡ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് പെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ബ്ലൂടൂത്ത് സെറ്റിംഗ്സിനകത്ത് ഇതുപോലെ സൗണ്ട് കോർ ലിബർട്ടി എയർ 2 Pro എന്ന് കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഡൺ കൊടുത്താൽ നമുക്കിത് പെയർ ചെയ്യാം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ ആൾറെഡി ഈ ഒരു ഡിവൈസ് ഇപ്പോൾ ഇവിടെ പെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ബാറ്ററി ഇൻഡിക്കേഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഡിവൈസിൻ്റെ ആംബിയൻ സൗണ്ട് എങ്ങനെ വേണമെന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യാം. അതുപോലെ ട്രാൻസ്പെറൻസി മോഡ്, അതായത് നമുക്ക് ചെവിയിലേക്ക് പുറത്തുനിന്നുള്ള സൗണ്ട് പിടിച്ചകത്ത് തരും. അതുപോലെ നോർമൽ മോഡ്, സാധാരണയുള്ള മോഡ്. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള സൗണ്ട് അകത്തേക്ക് കേൾക്കുകയില്ല, ഹെഡ്സെറ്റിൽ നിന്ന് കേൾക്കുന്ന സൗണ്ടുകൾ മാത്രം. അപ്പോൾ ഈ ഒരു നോയ്സ് ക്യാൻസലേഷൻ തന്നെ പല വ്യത്യസ്ത മോഡുകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ട്, നമ്മളൊരു വാഹനങ്ങൾക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന മോഡ് കൊടുത്താൽ കൂടുതലായിട്ട് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ സെറ്റ് ചെയ്യും. അതുപോലെ ഇൻഡോർ ആണെങ്കിൽ നമ്മൾ അധികം സൗണ്ടൊന്നും ഇല്ലാത്ത ഇൻഡോർ ഏരിയയിൽ ഉള്ളപ്പോൾ നമുക്കുള്ള നോയ്സ് ക്യാൻസലേഷൻ, അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ അല്പം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വയ്ക്കും. ഔട്ട്ഡോറിൽ ഒരുപാട് നോയ്സ് ഉള്ള സ്ഥലങ്ങളിൽ കസ്റ്റം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് എത്ര ഫ്രീക്വൻസി സൗണ്ട് ഇതിനകത്ത് നോയ്സ് ക്യാൻസൽ ചെയ്യണമെന്ന് ഈ ഒരു റിംഗ് വീൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ഈ ഒരു കസ്റ്റം ഓപ്ഷനിൽ വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മൾ നിരവധി ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ, ഈവൻ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ പോലും നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ എങ്ങും ഈ പറഞ്ഞ തരത്തിൽ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒന്നും കസ്റ്റം ചെയ്യാനുള്ള, ഇത്തരത്തിലുള്ള ഈ പല എൻവയോൺമെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഞാനെങ്ങും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ഫീച്ചേഴ്സാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നൽകുന്നത്. അതുപോലെ നമ്മൾ ഇപ്പോൾ ട്രാൻസ്പെറൻസി മോഡ് എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് നിന്നുള്ള സൗണ്ട് കൂടി കേൾക്കത്തക്ക രീതിയിലുള്ള മോഡാണല്ലോ. ആ ഒരു ട്രാൻസ്പെറൻസി മോഡിലേക്ക് വരുമ്പോൾ തന്നെ ഫുള്ളി ട്രാൻസ്പെറൻറ്റും ഉണ്ട്, വോക്കൽ മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് വോക്കൽ മോഡ് എടുത്താൽ ട്രാൻസ്പെറൻ്റ് ആണോ എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് അല്ല, ആ പുറത്തുനിന്നുള്ള സൗണ്ട് കേൾക്കില്ല. പക്ഷേ വെളിയിലുള്ള ആളുകളുടെ വോക്കൽ, ആരെങ്കിലും സംസാരിച്ചാൽ ആ സൗണ്ട് മാത്രം അകത്തേക്ക് നൽകുന്ന വോക്കൽ മോഡ് പോലും ഇതിനകത്തുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള മറ്റ് ബുദ്ധിമുട്ടിക്കുന്ന സൗണ്ടുകളെ ഒഴിവാക്കി ആളുകൾ സംസാരിക്കുന്നത് ആരെങ്കിലും നമ്മളോട് സംസാരിച്ചാൽ അത് കേൾപ്പിക്കുന്ന രീതിയിലുള്ള ഈ പറഞ്ഞ ട്രാൻസ്പെറൻസി മോഡ് പോലും അത്തരത്തിൽ 2 മോഡിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. നോർമൽ മോഡിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, നോർമൽ എന്ന ഓപ്ഷൻ. അങ്ങനെ നിരവധി ഓപ്ഷനുകളാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് നൽകുന്നത്. അതുപോലെ ഈ ഒരു ആപ്പിനകത്ത് ടിപ്പ് ഫിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഇയർബഡ് ഇതുപോലെ ചെവിയിലേക്ക് വെച്ചിട്ട് ഇയർബഡ് ഇൻ പൊസിഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സറൗണ്ടിങ് നോയ്സ്, നമ്മൾ പാട്ടൊന്നും കേൾക്കാത്തപ്പോൾ എത്രത്തോളം സറൗണ്ടിങ് നോയ്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചു തരും. അതനുസരിച്ച് നമ്മളുടെ ഈ ഒരു ഇയർബഡ് എത്രത്തോളം കൃത്യമായിട്ട് നമ്മുടെ ചെവിയിൽ ഫിറ്റ് ആയിട്ടുണ്ടെന്നും അതിനകത്ത് പുറത്തുനിന്നുള്ള സൗണ്ട് എത്രത്തോളം നോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ, സറൗണ്ട് നോയ്സ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഈ ഒരു ആപ്പിൽ തന്നെ അറിയാൻ സാധിക്കും. അതൊന്നുമല്ല, ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഹിയർ ID ആൻഡ് ഇക്വലൈസർ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അതായത് ഓരോരുത്തർക്കും ഉള്ള അവരുടേതായ ചെവിയുടെ കേൾവി ശക്തി അനുസരിച്ചുകൊണ്ട് ഒരു ഹിയർ ID ഇത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ പേഴ്സണലൈസ് യുവർ ഇയർഫോൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നതിന് ശേഷം കണ്ടില്ലേ, ഹിയർ ID എന്ന് പറയുന്ന ഓപ്ഷനാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഏജ്, നമ്മളിവിടെ ഏത് ഏജ് ഗ്രൂപ്പാണെന്ന് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ എബോവ് 40 കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചെവിയിൽ നമുക്ക് എത്ര ഫ്രീക്വൻസിയുള്ള സൗണ്ടാണ് ഓരോരുത്തർക്കും കേൾക്കാൻ പറ്റുന്നത് അവരവരുടെ ചെവിയുടെ ഫ്രീക്വൻസി അനുസരിച്ച് കൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്യും. ഇതിൻ്റെ സൗണ്ട് ഏത് പ്രൊഫൈലായിരിക്കണം എന്നുള്ളത് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ചിലർക്ക് കേൾവിശക്തി കൂടുതലായിരിക്കും അല്ലേ, ചിലർക്ക് കേൾവിശക്തി കുറവുള്ളവരായിരിക്കും. അപ്പോൾ അത്തരക്കാരുടെ ആ കേൾവിശക്തിയുടെ ഒരു ഫ്രീക്വൻസി ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച്
അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇയർബഡ് കേൾപ്പിച്ച് തരുന്ന സൗണ്ടിൻ്റെ പ്രൊഫൈൽ ഇത് ഓട്ടോ സെറ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് 2 ചെവികൾ ഇതുപോലെ കേൾപ്പിക്കും. അപ്പോൾ ചോദിക്കുന്നത് ക്യാൻ യു ഹിയർ ദ സൗണ്ട് ബീങ് പ്ലേഡ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സൗണ്ട് ലെഫ്റ്റ് ഇയറിൽ ഒരു ചെറിയ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ടോ എന്നാണ്. യെസ് കൊടുക്കുന്നു. അത്തരത്തിൽ 2 ചെവിയിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്രീക്വൻസി സൗണ്ടുകൾ കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ കേൾക്കുന്ന സൗണ്ടുകൾക്ക് യെസ് കൊടുക്കുക, കേൾക്കാത്ത സൗണ്ട് ആണെങ്കിൽ നോ കൊടുത്തുകൊണ്ട് നമ്മളുടെ ഒരു ഹിയറിംഗ് ID ഈ ഒരു ആപ്പ് ഡിറ്റക്ട് ചെയ്യുന്നു, ഉണ്ടല്ലേ? അതനുസരിച്ചുള്ള ഗ്രാഫൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് ഇനി എനിക്ക് ഈ ഒരു ഹെഡ്സെറ്റ് സൗണ്ട് കേൾപ്പിച്ച് തരുന്നത്. ഓക്കെ അല്ലേ? എന്തെല്ലാം ഫീച്ചറുകളാണ് അത്തരത്തിൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ആപ്പിനകത്ത് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇക്വലൈസർ മോഡുകളുണ്ട്. പല തരത്തിലുള്ള ഇക്വലൈസർ, ഏത് ബാസ് കൂടുതൽ വേണോ ഒക്കെ ഇതിനകത്ത് പല മോഡായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നമുക്ക് കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ വന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൻ്റെ ഇക്വലൈസർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും ഇതിനകത്ത് ഓപ്ഷനുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 നൽകിയിരിക്കുന്ന ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുപോലെ ഇതിനകത്ത് പ്യുർ നോട്ട് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ നമ്മൾ കേൾക്കുന്ന ഇതിൻ്റെ ഡയഫ്രത്തിൻ്റെ മുകളിൽ 10 വ്യത്യസ്ത ലെയറുകളിൽ നാനോ പാർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി നമുക്ക് വരും. മാത്രമല്ല ഇവിടെ നോക്കിയ 10 ഗ്രാമി വിന്നിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് മ്യൂസീഷ്യൻസ് ആണ് ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഗ്രാമി അവാർഡ് നേടിയ ആർട്ടിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നും ഈ ഒരു ബോക്സിന് പുറത്ത് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളുടെ ഡൈനാമിക് ഡ്രൈവറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 mm ആണ്. അതുകൊണ്ട് തന്നെ മികച്ചൊരു ബാസ് ലഭിക്കും. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്യാം. ട്രബിൾ വേണമെങ്കിൽ ട്രബിൾ കൂട്ടാം, ബാസ് വേണമെങ്കിൽ ബാസ് കൂട്ടാം. ആ രീതിയിൽ നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്യാം. ഈ ഒരു ചാർജിങ് കേസിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 mAh ആണ്. അതുപോലെ ഈ ഓരോ ഇയർബഡിലും 55 mAh വീതമാണ് ഇതിൻ്റെ ബാറ്ററി നൽകിയിരിക്കുന്നത്. ഇത് ഫുൾ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 1.5 മണിക്കൂർ ടൈമാണ് എടുക്കുന്നത്. നമുക്ക് അത്തരത്തിൽ ഇത് ഫുൾ ചാർജ് ചെയ്താൽ, ഈ ചാർജിങ് കേസ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ചാർജ് ചെയ്തുകൊണ്ട് വീണ്ടും 26 മണിക്കൂർ വരെ ഉപയോഗിക്കാൻ സാധിക്കും. ഓരോ സിംഗിൾ ചാർജിലും ഈ ഇയർബഡ് 7 മണിക്കൂറത്തെ ബാറ്ററി ലൈഫാണ് ഈ ഒരു ഇയർബഡുകൾ നൽകുന്നത്. അതായത് 7 മണിക്കൂർ ഇയർബഡ് ഫുൾ ചാർജ് ചെയ്താൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ചാർജിങ് കേസ് കൂടി ഉണ്ടെങ്കിൽ 26 മണിക്കൂർ മൊത്തത്തിൽ നമുക്ക് ഉപയോഗിക്കാനുമാകും. ബ്ലാക്ക്, പിങ്ക്, വൈറ്റ് എന്നീ 3 നിറങ്ങൾ ലഭ്യമാവുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് iOS പ്ലാറ്റ്ഫോമിലും ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും ഉപയോഗിക്കാം. അപ്പോൾ ആപ്പിൾ ഫോണുകളുള്ളവർക്ക് അത്തരം ഫോണുകൾ പെയർ ചെയ്യാം. ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് പെയർ ചെയ്ത് ഉപയോഗിക്കാം. 18 മാസത്തെ വാറണ്ടിയാണ് ഈ ഒരു കമ്പനി ഈ ഒരു പ്രോഡക്റ്റിന് നൽകുന്നത്. 18 മാസം എന്ന് പറയുമ്പോൾ 1.5 വർഷം. സാധാരണ മിക്ക പ്രോഡക്റ്റുകൾക്കും 1 വർഷത്തെ ഒരു ഗ്യാരണ്ടി ടൈമാണ് നൽകുന്നത്. ഇവിടെ 1.5 വർഷത്തെ ഗ്യാരണ്ടി ടൈം നൽകുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അടിപൊളി, ഒന്നും പറയാനില്ല. കിട്ടില്ല സൗണ്ട് ഔട്ട്പുട്ട്, നല്ലൊരു പ്രീമിയം ക്വാളിറ്റി. അപ്പോൾ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആക്ച്വലി മത്സരിക്കുന്ന ആരോടാണെന്ന് അറിയാമോ? നമ്മളുടെ ആപ്പിളിൻ്റെ എയർപോഡുകളോടൊക്കെയാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് മത്സരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം ഫീച്ചറുകളാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ നൽകിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു. മാത്രമല്ല ഇതിനകത്ത് ടച്ച് കൺട്രോളുകളുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഇവയിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും നെക്സ്റ്റ് ട്രാക്കിലേക്ക് ഇതുപോലെ മാറാനും ഒക്കെ നമുക്ക് സാധിക്കും. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് പാട്ട് പ്ലേ സ്റ്റോപ്പ് ആവുന്നു. അപ്പോൾ ഈ ടച്ച് കൺട്രോൾ അത് നമുക്ക് ഇതിൻ്റെ ആപ്പിൽ വന്നതിന് ശേഷം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഏത് തരത്തിൽ എന്തൊക്കെ രീതിയിൽ ആ ടച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് വരണമെന്ന് നമുക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ലെഫ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, റൈറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫുള്ളി കസ്റ്റമൈസബിൾ ആണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ആംബിയൻ്റ് നോയ്സിനെ കുറിച്ച് പറഞ്ഞാൽ അതുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ നോർമൽ മോഡാണ് ഇട്ടിരിക്കുന്നത്. ട്രാൻസ്പെറൻസി മോഡിലേക്ക് മാറുമ്പോൾ ഇപ്പോൾ വോക്കൽ മോഡാണ്. അപ്പോൾ വോക്കൽ മോഡിലേക്ക് മാറുമ്പോൾ പുറത്തുനിന്നുള്ള ആളുകളുടെ ശബ്ദം മാത്രമേ വെളിയിലേക്ക് കേൾക്കൂ. ഫുള്ളി ട്രാൻസ്പെറൻറ്റ് കൊടുക്കുമ്പോൾ ഓക്കെ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ നോയ്സ് ക്യാൻസലേഷനിലേക്ക് ചെല്ലുമ്പോൾ യെസ്, പക്ക നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നുണ്ട്. ട്രാൻസ്പോർട്ട് മോഡ്, ഇൻഡോർ, ഔട്ട്ഡോർ, ചെറിയ ചെറിയ വ്യത്യാസം നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അതെ, നമുക്കത് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിങ് ആണ്. ഞാൻ ആദ്യമേ പറയുന്നു, ഇതൊരു പ്രീമിയം ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന പ്രൈസ് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. 14,999 രൂപയാണ് ഇതിൻ്റെ ബോക്സിൻ്റെ പുറത്ത്. 1 വർഷം മുമ്പ് ഇത് ഫ്ലിപ്കാർട്ടിൽ വിറ്റുകൊണ്ടിരുന്ന പ്രൈസ് കേട്ടാൽ തന്നെ ഞെട്ടിപ്പോകും. 10,000 രൂപയ്ക്കാണ് ഇത് വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ നിലവിൽ നമുക്ക് ഇപ്പോൾ ഇത് 7,999 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാം. 8,000 രൂപ അല്ലേ? 8,000 രൂപ എന്ന് പറയുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളെ സംബന്ധിച്ച് ഒരു നല്ല പ്രൈസാണെന്ന് എനിക്കറിയാം. പലരും നോക്കുന്നത് എനിക്കൊന്ന് 5,000 രൂപയിൽ താഴെയുള്ള ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളായിരിക്കും. പക്ഷേ ആ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിൽ ഇത്രയധികം ഫീച്ചറുകൾ ലഭ്യമാകില്ല.
ഇതൊരു പ്രീമിയം ക്വാളിറ്റിയാണ്, മികച്ച സൗണ്ട് ക്വാളിറ്റി. അതുപോലെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇതിനകത്ത് 3 മൈക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം മുകളിലായിട്ട് 2 മൈക്ക് വീതം ഓരോന്നിലുമുണ്ട്, താഴെ ഒരു മൈക്കുണ്ട്. അപ്പോൾ ഈ കോൾ ക്വാളിറ്റി പക്കയാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് കോൾ ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്. അപ്പോൾ മികച്ച സൗണ്ട് ക്വാളിറ്റി, മികച്ച കോൾ ക്വാളിറ്റി, നിരവധി ഫീച്ചറുകൾ ഇൻക്ലൂഡിങ് ആ വയർലെസ് ചാർജിങ് സപ്പോർട്ട്, അതൊരു വലിയ കാര്യമാണ്. അതുപോലെ ഒരു പ്രീമിയം സൗണ്ട് ക്വാളിറ്റി ലഭിക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനിൽ തന്നെയുള്ള വിവിധ മോഡുകളൊക്കെ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനെ പ്രീമിയമാക്കി മാറ്റുന്നു. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.